ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഊർജ്ജ സംരക്ഷണം വർത്തമാനകാലത്തിന്റെ അനിവാര്യതയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദൻ, ഒമാൻ, എത്യോപ്യ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഓസ്ട്രേലിയയിലെ ബോണ്ടി തീരത്തുണ്ടായ ഭീകരാക്രമണത്തിൽ 12 മരണം അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം. ഗുരുതര സാഹചര്യം മുൻനിർത്തി എല്ലാ സ്കൂളിലും 9 മുതൽ 11 വരെ ക്ലാസുകൾ ഹൈബ്രിഡ് രീതിയിൽ നടത്താൻ നിർദ്ദേശം. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനവും പരിധികൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്ക്വാഷ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കന്നി കിരീടം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ആധുനിക കാലത്തെ ഏറ്റവും പ്രധാന ആവശ്യകതയാണ് ഊർജ്ജ സംരക്ഷണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഊർജ്ജ ഉപയോഗം കുറയ്ക്കുക മാത്രമല്ല, വിവേകത്തോടെയും കാര്യക്ഷമമായും ഉപയോഗിക്കുക എന്നതുകൂടിയാണ് ഊർജ്ജ സംരക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് അവർ പറഞ്ഞു. भारत ने क्लीन एनर्जी की प्रतिबद्धताएं समय सीमा से पहले ही पूरी कर ली है. ये हमारी ऊर्जा दक्षता और डिकार्बनाइजेशन की दिशा में बड़ी उपलब्धि है. राष्ट्रीय स्तर पर प्रधानमंत्री सूर्यघर मुफ्त बिजली योजना शुरू की गई है, जिसके तहत घरों में रूफटॉप सोलर सिस्टम्स लगाए जा रहे हैं. इसमें उन घरों को मुफ्त बिजली मिलेगी और फॉसिल फ्यूल पर निर्भरता कम होगी. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള കേരളം രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പുനീത് കുമാർ, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ജോർദനിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. പര്യടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ ഈ മാസം 16-ന് എത്യോപ്യയിലും തുടർന്ന് ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദനിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് പ്രവാസിയായ ജോബി മാത്യു പറഞ്ഞു. So we are very excited to receive our Prime Minister Modi ji here in Amman and in Jordan. We have more than 17,500 Indians living here. Majority of them in the garments industry, a little bit far from Amman in Irbit, in Sahab and rest of these areas. In Amman also we have a very small but very vibrant community and we are well connected. The whole Indian diaspora is very excited to receive Modi ji. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ബോണ്ടി തീരത്ത് ഭീകരർ നടത്തിയ വെടിവയ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു, 28 പേർക്ക് പരിക്ക്. സംഭവം ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ആക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആക്രമണത്തെ അപലപിച്ചു. ഇന്തോനേഷ്യയിലെ വടക്കു പടിഞ്ഞാറൻ ദ്വീപായ സുമാത്രയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 1000-ലധികം പേർ മരിച്ചു. 1 ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ തകർന്നു. മലാക്ക കടലിടുക്കിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം എന്നിവയുൾപ്പെടെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും നാശം വിതച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീക്കം ചെയ്യാത്തവ തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. ലക്ഷദ്വീപിൽ അടിയന്തര ചികിത്സ ആവശ്യമായി വന്ന 75 വയസ്സുകാരനെ തീരസംരക്ഷണ സേനയുടെയും അഗത്തി വിമാനത്താവള അധികൃതരുടെയും സഹായത്തോടെ ഡോണിയർ വിമാനമാർഗം കൊച്ചിയിലെത്തിച്ചു. അഗത്തി ദ്വീപ് സന്ദർശിക്കാനെത്തിയ കൊൽക്കത്ത സ്വദേശിയെയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി മുംബൈയിലെത്തി. ബ്രാബോൺ സ്റ്റേഡിയത്തിൽ പേഡൽ ഗോൾഡ് കപ്പ് മത്സരത്തിൽ പങ്കെടുത്ത മെസ്സി വാങ്കഡെ സ്റ്റേഡിയത്തിലും എത്തി. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ മുംബൈയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വടക്കുകിഴക്കൻ മേഖലയുടെ വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസത്തിന്റെയും ആഘോഷമാണ് നാഗാലാൻഡിന്റെ ഹോൺബിൽ മേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോൺബിൽ മേളയെക്കുറിച്ച് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ വസതിയിൽ ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരുമായി സംവദിച്ചു. ഹരിയാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പ്രത്യേക ഫൗണ്ടേഷൻ കോഴ്സിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ചത്. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. ഗുരുതര സാഹചര്യം മുൻനിർത്തി എല്ലാ സ്കൂളുകളിലും 9 മുതൽ 11 വരെ ക്ലാസുകൾ ഹൈബ്രിഡ് രീതിയിൽ നടത്താൻ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. ദേശീയ തലസ്ഥാന മേഖലയിലെ വായു ഗുണനിലവാര സൂചിക പലയിടങ്ങളിലും 400 കടന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളിലേക്ക്. ഡൽഹിയിലെ വായുമലിനീകരണം പ്രതിരോധിക്കുന്നതിനായി ഗ്രേഡർ റെസ്പോൺസ് കർമ്മ പദ്ധതിയുടെ 4ാം ഘട്ട നടപടികൾ പ്രാബല്യത്തിൽ വന്നു. ഈ മാസം നടക്കാനിരുന്ന കായിക മത്സരങ്ങൾ മാറ്റിവെക്കാൻ വായു ഗുണനിലവാര പരിപാലന കമ്മീഷൻ നിർദ്ദേശിച്ചു. തുറസായ ഇടങ്ങളിലെ കായിക പരിശീലനങ്ങൾ ഉൾപ്പെടെ നിർത്തിവെക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കായിക സംഘടനകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. അവശ്യ സേവനങ്ങൾക്കല്ലാതെ ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതും നിരോധിച്ചു. എല്ലാ സർക്കാർ സ്വകാര്യ ഓഫീസുകളിലും 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താനും ഡൽഹി സർക്കാർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെലങ്കാനയിലും കർണാടകയുടെ ഉൾപ്രദേശങ്ങളിലും നാളെ ശീതക്കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 4 ദിവസത്തേക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യത. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ പരിധികളുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അത് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസും കേരള ഗവർണറുമായിരുന്ന P. സദാശിവത്തിന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യ പുതിയ അവസരങ്ങൾ തുറക്കുകയും ഓരോ പൌരനെയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിച്ച ഹഡിൽ ഗ്ലോബൽ 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മണ്ഡല മകരവിളക്കിന് നട തുറന്നതു മുതൽ ശബരിമല സന്നിധാനത്തെത്തിയ ആകെ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷത്തോട് അടുക്കുന്നു. മണ്ഡലകാലത്തിന് സമാപനം കുറിക്കാൻ 12 ദിനം മാത്രം ബാക്കി നിൽക്കെ വരും ദിനങ്ങളിൽ ദർശനത്തിനായി സന്നിധാനത്തെത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും. സ്ക്വാഷ് ലോകകപ്പിൽ കന്നി കിരീടം ചൂടി ഇന്ത്യ. ചെന്നൈയിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ടോപ്പ് സീഡായ ഹോങ്കോങ്ങിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജോഷ്ന ചിന്നപ്പ, അഭയ് സിംഗ്, അനാഹത് സിംഗ് എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പുരുഷ 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 5ാം ഓവറിൽ 3 വിക്കറ്റിന് 14 റൺസ് എന്ന നിലയിലാണ്. ഏഷ്യ കപ്പ് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 90 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയ 240 റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ 150 റൺസിന് എല്ലാവരും പുറത്തായി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കം. ആദ്യ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC കണ്ണൂർ വോറിയേഴ്സ് FCയെയാണ് നേരിടുന്നത്. റെയിൽവേയുടെ മുഴുവൻ ബ്രോഡ്ഗേജ് ശൃംഖലയുടെയും വൈദ്യുതീകരണം അവസാന ഘട്ടത്തിലെന്ന് കേന്ദ്ര സർക്കാർ. 2019 മുതൽ 2025 വരെ 33,000 കിലോമീറ്ററിലധികം വൈദ്യുതീകരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ജർമ്മനിയുടെ മുഴുവൻ റെയിൽവേ ശൃംഖലയുടെ ദൈർഘ്യത്തിന് തുല്യമായ ദൂരമാണിതെന്നും മന്ത്രാലയം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വ്യാജ മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രശസ്ത ബ്രാൻഡുകളുടെ കീഴിൽ വ്യാജമരുന്നുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. നിർമ്മാണശാല റെയ്ഡ് ചെയ്ത് 7,500-ലധികം മരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൌത്യ സഖ്യം ഇന്ന് ബെർലിനിലെത്തി. യുക്രൈനിൽ സമാധാനം ഉറപ്പാക്കാനും റഷ്യ വീണ്ടും അധിനിവേശം നടത്തില്ലെന്ന് ഉറപ്പാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സംരക്ഷണം വർത്തമാനകാലത്തിന്റെ അനിവാര്യതയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദൻ, ഒമാൻ, എത്യോപ്യ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഓസ്ട്രേലിയയിലെ ബോണ്ടി തീരത്തുണ്ടായ ഭീകരാക്രമണത്തിൽ 12 മരണം, അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം. ഗുരുതര സാഹചര്യം മുൻനിർത്തി എല്ലാ സ്കൂളിലും 9 മുതൽ 11 വരെ ക്ലാസുകൾ ഹൈബ്രിഡ് രീതിയിൽ നടത്താൻ നിർദ്ദേശം. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനവും പരിധികൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സ്ക്വാഷ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കന്നിക്കിരീടം.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.